കഥ പറയാം. അതാ നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിലേക്ക് മുട്ടുകുത്തുന്നതേ ഉള്ളൂ. അതാ ആരോ വരുന്നുണ്ടല്ലോ. നടന്ന് നടന്ന് ഫാത്തിമ ഇങ്ങനെ നോക്കുകയാണ്. ആളെ മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന് നടന്ന് ഫാത്തിമ ബീവിയുടെ വീടിന്റെ അടുത്തെത്തി. സ്നേഹത്തോടെയുള്ള വിളി, ഫാത്തിമ മോളെ, ഫാത്തിമ. ഫാത്തിമ ബീവി വാതിൽ തുറന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് കയറി. തിരുനബി ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? ഫാത്തിമ ബീവി വളരെ ഗദ്ഗതത്തോടെ പറഞ്ഞു, നബിയെ, ഉപ്പ 2 ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുപ്പായം ഒന്നിച്ചു നോക്കി. എന്താണെന്നറിയോ? ഫാത്തിമാവിക്ക് അതിശയം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് കൊണ്ട് വേറ്റത് കല്ലേട്ടി വെച്ചിരിക്കുകയാണ്. അതല്ല, അതിലേറെയും വിഷമം തൊട്ടടുത്ത് 2 റോസാ പുഷ്പങ്ങളെ പോലെ ഹസൈനും ഹുസൈനും വിശന്ന് വരികയാണ്. ഉമ്മി, ഉമ്മി. അത് കേട്ടപ്പോൾ തിരുനബിക്ക് സഹിക്കാനായില്ല. തിരുനബി ഒന്നും പറയാതെ നേരെ തെരുവിലേക്ക് ഇറങ്ങി. നടന്ന് നടന്ന് ഏതാണ്ട് മദീനയുടെ അടുത്തെത്തിക്കാൻ അതാ ഒരു ഈത്തപ്പഴക്കായി. അവിടെ ഒരു അറബി ഈത്തപ്പഴത്തോട്ടം നനക്കുന്നുണ്ടായിരുന്നു. ആ അറബിയോട് തിരുനബി വളരെ താഴ്മയോട് ചോദിച്ചു, അറബി, ഞാൻ നിങ്ങളൊപ്പം തോട്ടം നനക്കാൻ കൂടിക്കോട്ടെ? അപ്പോ അറബി പറഞ്ഞു, ശരി, 1 ബക്കറ്റ് നിറച്ചാൽ 3 കാരക്ക തരാം. അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരുകയാണ്. 1 ബക്കറ്റ് അല്ല, 8 ബക്കറ്റ്. 9ാമത്തെ ബക്കറ്റ് കോരുമ്പോഴാണ് അത് സംഭവിച്ചത്. കയർ പൊട്ടി ബക്കറ്റ് കിണറ്റിലേക്ക് വീണു. മുഖത്ത് ശക്തമായ അടി, അതും തിരുനബിയുടെ താമരപ്പൂവുള്ള കവിളത്ത്. തിരുനബിക്ക് സഹിക്കാനായില്ല. വിശപ്പും വേദനയും. തിരുനബി ഒന്നും പറയാതെ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അറബിക്ക് സംശയം, ഞാൻ അടിച്ചത് പ്രവാചകനെ ആയിരിക്കുമോ? അങ്ങനെ ഒറ്റ ബോധത്തോടെ അറബി തന്റെ വാടെടുത്ത് കൈച്ചേരിച്ചു. ബോധരഹിതനായി കുഞ്ഞാടി. അതാ ഒരു യാത്രാ സംഘം വരുന്നുണ്ടല്ലോ. ആ യാത്രാ സംഘം അറബിയെ കാണുന്നു. തന്റെ അടുക്കിലുള്ള വെള്ളം അറബിയെ മുഖത്തേക്ക് തളിച്ചു. പതിയെ കണ്ണു തുറന്നു. എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞു. ഞാൻ അടിച്ചത് പ്രവാചകനെ ആയിരിക്കുമോ? അറബി ചോദിച്ചു, നിങ്ങൾക്ക് പ്രവാചകന്റെ വീട് അറിയാമോ? അറിയാമെന്ന് പറഞ്ഞ് 2 പേരും വീട്ടിലേക്ക് ചെന്നു. എന്താണെന്നറിയോ? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മടിയിലിരുത്തി ഹസൈനും ഹുസൈനും ഈത്തപ്പഴം കൊടുക്കുകയാണ്. അപ്പോൾ അറബി കയറി വന്നു.